ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കാസർഗോഡുള്ള ചരിത്രപ്രസിദ്ധമായ കോട്ടകളിൽ ഒരു കോട്ടയാണ് കാണാൻ പോകുന്നത്. പോവൽ ഫോർട്ടാണ്. ഓക്കെ, വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മളെ വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, rubber bandra. ഇതാണ് ഗൈസ് നമ്മുടെ നാട്. അപ്പോൾ നമ്മൾ കോട്ട കാണാൻ പോകുന്ന സ്ഥലത്ത് തന്നെ ഒരു മക്കാമും കൂടി ഉണ്ട്. അത് കുറേ പഴക്കമുള്ള മക്കാമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മക്കാമ്, പോവൽ മക്കാമ്. ഇതാണ് പോവൽ ഫോർട്ട്. ഇല്ല നല്ല വീട്ടിലടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണിതാ പോവൽ കോട്ടൻ്റെ ബോർഡൊക്കെ കണ്ടില്ല.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ഇത് സൈനികർക്ക് വേണ്ടിയിട്ട് നുഴഞ്ഞു കയറിയ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു താളമാണ്. ഇവിടെ ഗവൺമെൻറ് കോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതുക്കിപ്പണികളിലൊക്കെ പൈസ അനുവദിച്ചപ്പോൾ പണിതാണ് ഇതൊക്കെ. ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഇത് ഓഫീസാണ്. ഇതൊക്കെ പുതുക്കി പണിതാണ്. മൊത്തം കാടാണ്. ഇത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് പൈസ അനുവദിച്ചു എന്നല്ലാണ്ട് ഒരു മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റിയില്ല. അതാ ഫുള്ള് കാടാണ്. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, കാട് വെട്ടി ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞാൽ എങ്ങനെയുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല അടിപൊളി. ഇതൊക്കെ സംരക്ഷിക്കേണ്ടതല്ല. അപ്പോൾ പോവൽ ഫോർട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, പോവൽ ഫോർട്ട്, ഈ ഫോർട്ടും പിന്നെ കാസർഗോഡ് ബേക്കൽ കോട്ടും നമ്മുടെ ചന്ദ്രഗിരി കോട്ടയും കുമ്പള കോട്ട, അങ്ങനെ കാസർഗോഡുള്ള പല കോട്ടകളല്ല, എല്ലാ കോട്ടകളും ഒരേ ആൾക്കാരാണ് നിർമ്മിച്ചത്. അപ്പോൾ 15-16 നൂറ്റാണ്ട്, അതായത് 1400 മുതൽ 1600 വരെയുള്ള ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളമടക്കം ഇന്ത്യയുടെ കാൽഭാഗം എന്ന് തന്നെ പറയാം ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. വിജയനഗര എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയുടെ, ഇന്നത്തെ കർണാടകയിലെ ഹംപി എന്ന് പറയുന്ന സ്ഥലമാണ്. ഹംപി എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രാദേശിക ഭരണാധികാരികളായിരുന്നു ഇക്കേരി നായ്ക്കന്മാർ എന്ന് പറയുന്ന നാട്ടുരാജാക്കന്മാർ. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മുടെ വിജയനഗര സാമ്രാജ്യം നശിക്കുന്നു യുദ്ധത്തിൽ. അപ്പോൾ അതോടെ പ്രാദേശിക ഭരണാധികാരികളായിരുന്ന ഈ ഇക്കേരി നായ്ക്കന്മാർ സ്വതന്ത്ര ഭരണാധികാരികളാവുന്നു. അതോടെ ഇവർ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കാൻ തുടങ്ങുന്നു, നുഴഞ്ഞു കയറി പിടിച്ചെടുക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മലബാറിലെ, നമ്മുടെ കാസർഗോഡിൻ്റെ പല ഭാഗങ്ങളിലും അവർ ആക്രമണം നടത്താൻ തുടങ്ങി. അപ്പോൾ നല്ല രീതിയിൽ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. മലബാറിൻ്റെ ഭരണാധികാരികളായിരുന്ന രാജാക്കന്മാരുടെ നല്ല രീതിയിൽ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ നുഴഞ്ഞു കയറി പിടിച്ചടക്കിയ സ്ഥലങ്ങളൊക്കെ കോട്ടകൾ പണിയാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഒരു കോട്ടയാണ് ഞാനിന്ന് നിൽക്കുന്ന ഈ പോവൽ ഫോർട്ട് എന്ന് പറയുന്ന കോട്ട. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം കൂടിയുണ്ട്. അതാണ്. ഇവിടെ ഇതുപോലുള്ള കുറച്ച് കുളങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കുളങ്ങൾ.
അപ്പോൾ ഗൈസ് നമ്മളിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.